ഇന്ത്യക്ക് പ്രതീക്ഷയെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അല്പം പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ DMKയുടെ പ്രകടന പത്രിക തന്നെയാണ്. ഒരു ബദൽ രാഷ്ട്രീയം അത് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയുള്ള പ്രകടന പത്രിക എന്ന് തന്നെയാണ് സ്റ്റാലിൻ അതിനെ പറഞ്ഞത്. DMKയുടെ പ്രകടന പത്രികയല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക എന്നുള്ളതാണ്. അതിൽ ഈ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് എന്നുള്ള അടക്കമുള്ള തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അത് ഗവർണറുമായി തമിഴ്നാട്ടിലുണ്ടായിരുന്ന തർക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ വിഷയത്തിലൊക്കെ ആ സംസ്ഥാനത്തിന് അനുകൂലമായൊരു ഒരു ഒരു വികാരമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പുതുച്ചേരിക്ക് സംസ്ഥാന പദവി പറയുന്നു. നീറ്റ് പരീക്ഷ നിരോധിക്കുമെന്ന് പറയുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടതാണല്ലോ, വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ കാര്യത്തിൽ അവിടെ ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അങ്ങനെ പ്രകടന പത്രികയിൽ വരികയാണ്. സ്ത്രീകൾക്ക് 33% സംവരണം പറയുന്നു. സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ അവകാശങ്ങൾ നൽകാൻ ഭരണഘടനാ ഭേദഗതി പറയുന്നു. CAA നടപ്പാക്കില്ല എന്ന് പറയുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകൾക്ക് മാസം 1000 രൂപ നൽകുന്നു എന്ന് പറയുന്നു. IIT, IM അടക്കം ഉള്ള ജനപ്രിയ നയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു പ്രകടന പത്രിക എന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന CAയുടെ കാര്യത്തിലായാലും ഈ ആർട്ടിക്കിൾ 370യുടെ കാര്യത്തിലായാലും ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെയുള്ള ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികൾ ഇന്ന് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. CA വിഷയത്തിൽ കോൺഗ്രസ് ഒക്കെ എത്ര ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ അതിലൊക്കെ ഒരു വിപ്ലവകരമായ പ്രതികരണം DMKയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ വളരെ വളരെ ഭംഗിയായി തന്നെ പങ്കുവയ്ക്കൽ കൃത്യമായി തന്നെ നടത്തിയിരിക്കുന്നു 39 സീറ്റിലും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ അതേ രൂപത്തിൽ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ. ഇപ്പോൾ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും കൈകോർത്തിരിക്കുന്നു എന്നുള്ളതാണ്. തൃണമൂലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പായതാണ് തൃണമൂൽ ആ രൂപത്തിൽ വരുന്നില്ല, സഖ്യത്തിലേക്ക് വരുന്നില്ല. അവിടെ കോൺഗ്രസും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള തർക്കവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പക്ഷേ സീറ്റ് വിഭജനത്തിൽ ഇടതു പാർട്ടികൾക്കിടയിലാണ് തർക്കം ഉണ്ടായിരിക്കുന്നത്. പുരുലിയ സീറ്റ് ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് കോൺഗ്രസിന് നൽകുന്നതിൽ പ്രധാന തർക്കം നിൽക്കുന്നു. അങ്ങനെ തരില്ല എന്നവർ പറയുന്നു. സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന നിലപാട് അവർ ആവർത്തിക്കുന്നുണ്ട്. CPയിൽ നിന്നും ബർസിഹത്ത് CPM ഏറ്റെടുക്കുന്നതിലും ഒരു തർക്കമുണ്ട്. പക്ഷേ ആ തർക്കമൊക്കെ പരിഹരിക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനെ കോൺഗ്രസുമായി കൈകോർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ. മഹാരാഷ്ട്രയിലും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സഖ്യം സീറ്റ് ധാരണയിലെത്തി. കോൺഗ്രസ് 17 സീറ്റിൽ, ശിവസേനയുമായി തർക്കമുള്ള 2 സീറ്റുകളിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. ഉദ്ധവ് താക്കറെ വിഭാഗം 23 സീറ്റുകളിൽ മത്സരിച്ചേക്കും. ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും പാർട്ടി ചിഹ്നവും പേരും ഒക്കെ പോയ ഒരു സാഹചര്യത്തിൽ ഒരു സഹതാപ തരംഗം ഉദ്ധവ് താക്കറയോടുണ്ട് എന്നുള്ളൊരു വികാരം മഹാരാഷ്ട്രയിലുണ്ട്. അപ്പോൾ അത് ഗുണം ചെയ്യും ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളൊരു തോന്നൽ അവിടെയുണ്ട്. അതേസമയം കർണാടകയിൽ NDAയിലെ സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ JDSന് 3 സീറ്റുകൾ നൽകാനൊക്കെ തീരുമാനമൊക്കെ വരുമ്പോൾ അവിടെ BJP നേതാക്കൾക്ക് ഇടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മുൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ KS ഈശ്വരപ്പ മകന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. ഹവേലിയിൽ സീറ്റ് ചോദിച്ചിരുന്നു. പകരം ഇപ്പോൾ യെദ്യൂരപ്പയുടെ മകൻ മത്സരിക്കുന്നിടത്ത് താൻ തന്നെ മത്സരിക്കും, ശിവമോഗിൽ മത്സരിക്കുമെന്നുള്ള ഭീഷണി അദ്ദേഹം മുഴക്കുന്നു. അതേപോലെ സദാനന്ദ ഗൗഡയുടെ അതൃപ്തി നമ്മൾ നേരത്തെ പരസ്യമായി കണ്ടതാണ്. അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ UPയിലേക്ക് വരുമ്പോൾ വരുൺ ഗാന്ധിയെ അമേഠിയിൽ സമാജ്വാദി പാർട്ടി നോക്കുന്നുണ്ട്. വരുൺ ഗാന്ധി വരികയാണെങ്കിൽ കൊണ്ടുവരാമെന്നുള്ളൊരു ആലോചന. വരുൺ ഗാന്ധിക്ക് അവിടെ സീറ്റ് നൽകരുതെന്ന് അവിടെ BJP നേതൃത്വം പറഞ്ഞതായി കേൾക്കുന്നു. യോഗത്തിൽ കോർ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിലിഭിത്തിൽ 3 തവണ വിജയിച്ച വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിയിലേക്ക് വരികയും SPയുടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അമേഠിയിൽ രാഹുൽ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നുള്ള സൂചന ഏതാണ്ട് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ SPയുടെ സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചുണ്ട്. ബീഹാറിൽ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രി പശുപതി പാരസിൻ്റെ രാജിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഈ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ, അപ്പുറത്ത് നടത്തുന്ന പ്രതികരണങ്ങൾ, രൂക്ഷ പ്രതികരണങ്ങൾ, അത് ഏത് രൂപത്തിലാണ് ഇന്ത്യ മുന്നണിക്ക് സഹായിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ശോഭാ കരന്തലജെ നടത്തിയ തീവ്ര പ്രതികരണങ്ങൾ, തമിഴ്നാടിനെതിരെ നടത്തിയ പ്രതികരണം, കേരളത്തിനെതിരെ നടത്തിയ പ്രതികരണം. അപ്പോൾ തമിഴ്നാട് DMK ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യം അവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇപ്പോൾ നിർമ്മലാ സീതാരാമനെതിരെയും DMK ഒരു പരാതി നൽകിയിട്ടുണ്ട്. അവിടെ അമ്പലങ്ങളിൽ നിന്ന് പണം കട്ടെടുക്കുകയാണ് DMK എന്നൊരു പ്രസംഗത്തിലെ വാചകം, അതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നടത്തുന്ന പ്രതികരണങ്ങൾ എത്ര തീവ്രമാണ്, വർഗീയത ജനിപ്പിക്കുന്നതാണെന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ശക്തി പ്രയോഗത്തിനെതിരെ രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ നടത്തിയ ശക്തി പ്രയോഗത്തിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJPയെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പ്രസംഗിക്കും, എന്തൊക്കെ പ്രസംഗിക്കാനാവും, പ്രസംഗത്തിൽ എന്തൊക്കെ പറയാനാകുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ എടുക്കുക എന്നുള്ള പ്രധാനമാണ്. മഹാരാഷ്ട്രയും ബീഹാറും പ്രവചനാതീതമാണ്. പക്ഷേ ഈ സീറ്റ് വിഭജനം ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പത്തിൽ കുറേ സ്ഥലത്തെങ്കിലും നന്നായി ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
Meet the editors.